വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാം ബോയ് ഗൈസ്. അങ്ങനെ മണവാളൻ തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ മുമ്പ് മണവാളൻ കേസ് വിഷയങ്ങളെയൊക്കെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മണവാളൻ്റെ മുടി മുറിച്ച സമയത്ത് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് മണവാളൻ ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. മണവാളൻ്റെ കേസിനെ പറ്റി ഞാൻ ഒന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കാം. അതായത് കഴിഞ്ഞ കൊല്ലം കേരളവർമ്മ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ മനഃപൂർവ്വം കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു, മദ്യപിച്ച് വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന പരാതിയിന്മേലാണ് മണവാളനെതിരെ കേസ് വന്നിരിക്കുന്നത്. ആൻഡ് അതിനുശേഷം മണവാളൻ ഒളിവിൽ പോയി. പോലീസ് ലുക്കൗട്ട് നോട്ടീസ് വന്നു. പോലീസ് പലവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടും മണവാളൻ ഹാജരാവാൻ തയ്യാറായില്ല. അതുകൊണ്ട് എന്താക്കി, പോലീസ് ലുക്കൗട്ട് നോട്ടീസ് ഇറക്കി. ആൻഡ് ന്യൂസ് മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്തു. യൂട്യൂബർ മണവാളൻ മദ്യപിച്ച് വാഹനം ഓടിച്ച് കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് ചർച്ചാ വിഷയങ്ങളൊക്കെ ആയിരുന്നു, ഫുള്ള് സീനായിരുന്നു. അപ്പോൾ അതാണ് മണവാളൻ്റെ കേസ്. ഒരു വർഷത്തിനിപ്പുറം പുള്ളിക്കാരനെ കർണാടകയിൽ നിന്ന് കണ്ടുകിട്ടുന്നു, പോലീസ് കൊണ്ടുപോകുന്നു, ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുന്നു. അങ്ങനെയാണ് സംഭവ വികാസങ്ങൾ. ഇപ്പോൾ മണവാളൻ പുറത്തെത്തിയിരിക്കുകയാണ്. ആൻഡ് അന്ന് അപകടം നടന്ന ആ കേസിനാസ്പദമായ സംഭവങ്ങൾ നടന്ന സമയത്ത് സ്റ്റോറി ഇട്ട് പറഞ്ഞ പോലെ ഒരു കോയിന് രണ്ട് വശം ഉണ്ട്, അതിന് എക്സ്പ്ലനേഷൻ വീഡിയോ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് ഒരു വർഷത്തിന് ശേഷമാണ് മണവാളൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിരിക്കുന്നത്. മണവാളൻ എന്താണെന്ന് സംഭവിച്ചത് കാര്യങ്ങൾ തെളിവുകൾ സഹിതം മണവാളൻ്റെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോ കാണാം. നമസ്കാരം, യൂട്യൂബർ മണവാളനാണ്, അല്ലെങ്കിൽ ഞാൻ മണവാളൻ. എടീ, ഇവൻ്റെ മുടിയെല്ലാം പോയി എന്നല്ലേ പറഞ്ഞത്? മുടി മൊത്തം ആളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം മുടി വെട്ടിക്കളഞ്ഞു, ആളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം, കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത വിധം മുടി വെട്ടിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോൾ തല നിറച്ച് മുടിയുണ്ടല്ലോ. എന്തുവാടെ ഇത്? മുമ്പത്തിനെക്കാട്ടിലും എൻ്റെ കാഴ്ചപ്പാടിൽ മുമ്പുണ്ടായിരുന്നതിനെക്കാട്ടിലും ലുക്കായിട്ടുണ്ട് ഇറക്കാൻ. പോലീസുകാർ ഇത്ര ഭംഗിയായിട്ട് മുടി വെട്ടും സീനാണല്ലോ. ഇത്ര മെനക്ക് മുടി വെട്ടി വെച്ചിട്ടാണ് ഇവർ ഇത്ര സീനാക്കിയത്, തിരിച്ചറിയാൻ പറ്റാത്ത വിധം മുടി വെട്ടി എന്നൊക്കെ. അതായത് ഇനി വിഗ് വല്ലതും ആണോ? കണ്ടിട്ട് വിഗാണോ? അതിന് നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് വല്ലതും വിഗ് വെച്ചതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും വിഗ് വെച്ചതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അത്യാവശ്യം, ജയിലുകളിൽ അത്യാവശ്യം നല്ല മുടിവെട്ട് സ്കിൽസ് ഉള്ള പോലീസുകാരുണ്ടെന്ന് തോന്നുന്നു. നല്ല വൃത്തിക്ക് വെട്ടി വെച്ചിട്ടുണ്ട്. ഇത്ര വൃത്തിക്ക് നിന്റെ മുടി വെട്ടി തന്നതിനാണോ മണവാള അത്ര സീനൊക്കെ ആക്കിയത്? നീ നിന്റെ വീട്ടുകാരും. എന്നാലും കൊള്ളാം, എനിക്ക് പുതിയ ലുക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പണ്ടത്തേനെക്കാട്ടിലും എനിക്ക് പുതിയ ലുക്കാണ് ഇഷ്ടമായത്. നല്ല രസമുണ്ട്. ശരിക്കും മണവാളനായിട്ടുണ്ട്, ഒറിജിനൽ മണവാളനെ പോലെ ഉണ്ട്. ഞാനൊരു ഫേക്ക് കൗണ്ടർ കേസിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കുറ്റവാളിയല്ല, കുറ്റം ആരോപിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. കുറ്റവാളിയാണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ജുഡീഷ്യറി അല്ല. അതിനല്ലേ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയും കോടതിയൊക്കെ. കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ, വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലാത്ത പക്ഷം കുറ്റം തെളിയിക്കുന്നവരെ, അല്ലെങ്കിൽ അവസാന വിധി വരുന്നവരെ ഏതൊരാളും കുറ്റാരോപിതനാണ്, കുറ്റവാളിയാകുന്നില്ല. ഇപ്പോൾ മണവാളൻ്റെ കേസിൽ നമ്മൾ ന്യൂസിൽ കണ്ടതും പറഞ്ഞു കേട്ടതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മണവാളൻ തന്നെയാണ് ചെയ്തത് എന്ന് പറയാൻ മാത്രമുള്ള തെളിവുകളോ ദൃശ്യങ്ങളോ സാക്ഷിമൊഴികളോ ഒന്നും തന്നെ ന്യൂസിലും എങ്ങും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറ്റാരോപിതനാണ് മണവാളന് എന്തൊക്കെയാണ് ഇനി കൂടുതൽ പറയാനുള്ളത് നമുക്ക് നോക്കാം. എൻ്റെ കയ്യിലുള്ള തെളിവുകൾ വെച്ചിട്ട് എനിക്ക് നിരപരാധിയാണെന്ന് തെളിയിക്കുക എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഇന്നേ വരെ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ തരാനും സത്യാവസ്ഥ നിങ്ങളെ കൂടി അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ സംഭവം നടക്കുന്നത് കഴിഞ്ഞ വർഷം 19/4/2024, അതായത് തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് എനിക്കതാ മനസ്സിലാക്കി. ഈ ഒരു കൊല്ലം എന്തുകൊണ്ട് മണവാളൻ എക്സ്പ്ലനേഷൻ വീഡിയോ ഒന്നും ചെയ്തില്ല? ഒരു കൊല്ലം എന്തുകൊണ്ട് ചെയ്തില്ല? ഇത്രയും എന്തിനൊളിവിൽ പോയി എന്നൊക്കെയുള്ള ഡൗട്ട് എനിക്ക് ഉണ്ട്. എന്തായാലും അതിനെപ്പറ്റിയൊക്കെ മണവാളൻ ഇതിൽ പരാമർശിക്കുന്നുണ്ടോ എന്ന് നോക്കാം. മേ ബി ചിലപ്പോൾ തെളിവ് ശേഖരണത്തിന് വേണ്ടി തെളിവുകൾ പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാവാം മണവാളൻ നേരത്തെ വീഡിയോസ് ചെയ്യാതിരുന്നത്. ഇപ്പോൾ തെളിവുകളൊക്കെ കിട്ടിയപ്പോൾ വന്നതാവും. നമുക്ക് എന്തായാലും നോക്കാം. ഈ കേരളവർമ്മ കോളേജൊക്കെ മുടക്കാണ്, ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ടായിരുന്നത്. അവിടെ 2-3 വിദ്യാർത്ഥികൾ ചേർന്ന് അവിടെ കോളേജിൻ്റെ ബാക്കിൽ കുറേ കോമ്പൗണ്ട് ഉണ്ടാവുമല്ലോ, അതിൽ വിദ്യാർത്ഥികളല്ല, പൂർവ്വ വിദ്യാർത്ഥികൾ, വർഷങ്ങൾ മുന്നേ പഠിച്ചു പോയവരാണ്, ഇപ്പം നിലവിൽ പഠിക്കുന്നവരല്ല. ഓക്കെ, മുന്നേ പഠിച്ചു പോയ പൂർവ്വ വിദ്യാർത്ഥികളാണെന്നാണ് കേട്ടോ പറയുന്നത്. വിദ്യാർത്ഥികൾ, കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ന്യൂസിലെല്ലാം വന്നുകൊണ്ടിരുന്നത്. പക്ഷേ പൂർവ്വ വിദ്യാർത്ഥിയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അവർ കോളേജിലേക്ക് വന്ന് കയറിയിട്ട് അവിടെ കോളേജിൻ്റെ കോമ്പൗണ്ടിൽ ഇരുന്നിട്ട് എന്തോ മദ്യപിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ വേറെ FIR ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ സംഭവം ഡീറ്റെയിൽസ് ഇത് വായിച്ച് ഞാൻ കൂടുതൽ കേൾപ്പിച്ച് തരാം, PDF ആയിട്ട് സൈഡിൽ ഇടാം. അതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് ഞാൻ എന്താണെന്നുള്ള സംഭവം ഞാൻ പറഞ്ഞുതരാം. അവിടെ ഇരുന്ന് മദ്യപിക്കുന്നുണ്ടായിരുന്നു, വേറെ കലാപരിപാടികൾ അവർ നോക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ട് തന്നെ ഒരു പാടമുണ്ട്. ആ പാടത്തിന് തൊട്ട് ഒരു തുക്കുമാരക്കുടം കോളനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ കളിക്കണത് ഈ ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ഈ കേരള കോളേജിന് തൊട്ടുള്ള ഈ ഗ്രൗണ്ട്. അപ്പോൾ അവിടെ ഈ കുറച്ച് ഒരു 10-15 പിള്ളേർ കൂടി ചേർന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇവിടെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ഇവിടെ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ, മുന്നേ പഠിച്ചു പോയ വിദ്യാർത്ഥികൾ വന്നത് മദ്യപിക്കുന്നുണ്ടായിരുന്നു. ഈ സംഭവ സ്ഥലത്ത് ഈ ഗ്രൗണ്ടിലോ ഈ കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ ഉള്ളിലോ ഞാനില്ല. ഈ സംഭവ സ്ഥലത്തേ ഞാനില്ല. ഇവിടെ എന്നിട്ട് ഈ പൂർവ്വ വിദ്യാർത്ഥികളും ഈ പാടത്തുണ്ടായിരുന്ന ഒരു പയ്യനുമായിട്ട് ഇവർ സംഘർഷം ഉണ്ടാവുകയും അവരെ ഈ പാടത്തുണ്ടായിരുന്ന ഒരു സഞ്ജയ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. സഞ്ജയുടെ FIS, അതായത് മൊഴിയിൽ നിന്ന് വ്യക്തമാണ് അവർ മദ്യപിച്ചിരുന്നിരുന്ന കുപ്പിയിലെടുത്ത് നമ്മൾ FIS ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. 2 കേസിൻ്റെ FIS എടുത്തിട്ടുണ്ട്, FIR എടുത്തിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ആ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ സഞ്ജയ് എന്ന് പറഞ്ഞ വ്യക്തിയെ തലക്കടിച്ചിട്ട്, അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാം, തലക്കടിച്ചിട്ട് പരിക്കേൽപ്പിച്ച് തലക്ക് പല ഭാഗങ്ങളിലായിട്ട് സ്റ്റിച്ചിട്ടുണ്ട്. അവർക്ക് എതിരെയുള്ള ഈ FIR ആണിത്. ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നില്ലേ, ഇപ്പോൾ പഠിക്കുന്നവരല്ല, പൂർവ്വ വിദ്യാർത്ഥികളായിരുന്ന വ്യക്തികൾക്ക് എതിരെയുള്ള FIR ആണ്. ഈ സഞ്ജയ് എന്നൊരു വ്യക്തിയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചിട്ട് ഇവർ നേരെ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ വിഷയത്തിൽ ഇതുവരെ മണവാളം വന്നിട്ടില്ല. മണവാളൻ ആ പ്രദേശത്ത് എങ്ങും ഇല്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് വിഷയം ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന സഞ്ജയ് എന്ന് പറയുന്ന ആ പുള്ളിയുടെ തലയ്ക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ, കേരളവർമ്മ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ബിയർ കുപ്പിയോ മദ്യപിച്ചിരുന്ന മദ്യക്കുപ്പി എടുത്ത് തലക്കടിച്ച് തല പൊട്ടിച്ചു. അവിടെയാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം. ഇപ്പോൾ ഈ സഞ്ജയിനോട് ഞാൻ ഇപ്പോൾ ഈ വ്യക്തിയെ, ഈ പാടത്തുള്ള ഒരു സഞ്ജയിനൊന്നും എനിക്ക് അറിയില്ല. ഇതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഞാനും കൂടി കേസിൽ ഉൾപ്പെട്ടതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയണമായിരുന്നല്ലോ. അതിന് ശേഷം ഞാൻ ഈ സഞ്ജയ് എന്ന വ്യക്തിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ മണവാളിന് ഇവര് ആ അടി കിട്ടിയ വ്യക്തിയോ അങ്ങനെയുള്ള ആരും ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെ പല ചാനലുകളിലും പറയുന്നത് കേട്ടു. ന്യൂസിലാണോ അതോ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന ചാനലുകളിലാണോ കണ്ടെന്നറിയില്ല. മണവാളൻ്റെ ഫ്രണ്ട്സിനെയാണ് ഈ കോളേജിലെ വിദ്യാർത്ഥികൾ എന്ന് പറയപ്പെടുന്നവർ ആക്രമിച്ചത്. അവരുമായിട്ട് അടിയുണ്ടായി, മണവാളുടെ ഫ്രണ്ട്സുമായിട്ട് അടിയുണ്ടായി. എന്നിട്ടാണ് മണവാളം വന്ന് ഈ പരിപാടി ചെയ്തതെന്നൊക്കെ ഞാൻ എവിടേക്കോ വീഡിയോ കണ്ടിരുന്നു. എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. റിയാക്ഷൻ ചാനലിലോ എന്തോ ആണ് ഞാൻ കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഉറപ്പില്ല. അതിനകത്തല്ല അവർ പറഞ്ഞിരുന്നത് മണവാളൻ്റെ ഫ്രണ്ട്സിനെ ഇവർ അടിച്ചു, അപ്പോൾ അത് ചോദിക്കാൻ എന്തോ വന്നു എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്. മണവാളം പറയുന്നത് ഇവരുമായിട്ട് സഞ്ജയ് എന്ന് പറയുന്ന അടി കിട്ടിയ ആളും അടി കൊണ്ട ആളുമായിട്ടൊന്നും യാതൊരു ബന്ധവും ആരെ അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സഞ്ജയ് പറഞ്ഞത് അവരവിടെ ക്രിക്കറ്റ് കളിക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ ഫീൽഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിന് തൊട്ടാണ് ഒരു ചെറിയൊരു പൊക്കുണ്ട്, അതിന് തൊട്ടായിട്ടാണ് ഇവരിരുന്ന് എന്തോ മദ്യം. അപ്പോൾ അങ്ങനെ ഒരു തോട്ടിയായിട്ട് ഇവർ ഒരു ഇവർ മദ്യപിച്ചിരുന്ന ബീർ ബോട്ടിൽ എടുത്തിട്ട് തലക്കടിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. എന്നിട്ട് ഇവർ ബാഗ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഒരു 3 അംഗ സംഘമായിരുന്നു അവരുണ്ടായിരുന്നത്. ഒരു ഓടി 3 ആളുടെ ഡീറ്റെയിൽസ് ഇതിൽ FIRലുണ്ട്. അപ്പോൾ ഇവർ ഓടി രക്ഷപ്പെട്ടു. ഒരാൾക്ക് അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ അവൻ്റെ കൂട്ടുകാരാണ് ആ ഗ്രൗണ്ടിൽ കളിച്ചേർന്നവരെല്ലാവരും. അപ്പോൾ ഇവരെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഓടും. അപ്പോൾ സഞ്ജയ് തലക്കടിച്ചിട്ട് അത്രയും ചോര ഒളിച്ചു പോയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ പിന്തുടരുന്നുണ്ടായിരുന്നു. ഈ ക്രിമിനൽസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പാടത്ത് കളിച്ചിരുന്ന പിള്ളേർ ഫുള്ള് പിന്നാലെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇവർ വേഗം വണ്ടി എടുക്കുന്നു. ഇവരുടെ ഒരു ബൈക്കുമ്മേ 2 ബൈക്ക്, ഒരാൾ ഒറ്റക്കായിട്ട് വേറെ പോയി, 2 പേര് ചേർന്നിട്ട് വേറെ വഴിക്ക് പോകുന്നുണ്ടായിരുന്നു. ഈ സംഘങ്ങൾ പിന്തുടരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 പേര് വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മദ്യപിച്ചിട്ട് ഇവർ ബൈക്കുമ്മേ രക്ഷപ്പെടുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു കാറിൽ. അപ്പോൾ എൻ്റെ വണ്ടിയുടെ മുന്നിൽ ഇവർ വീണു. എൻ്റെ വണ്ടിയുടെ മുന്നിൽ വീണു. അപ്പോൾ തന്നെ ഞാൻ സഡൻ ബ്രേക്ക് ഇടുന്നുണ്ട്. പിന്നീന്നൊരു സംഘം വന്നിട്ട് ചോരയിലെ കുളിച്ചിട്ടൊരു സംഘം ബൈക്കിലൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ഞാൻ സംഭവം മനസ്സിലാവില്ല. ഞാൻ ഇറങ്ങി നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ വിശ്വാസമാവില്ല. നമുക്ക് അതിൻ്റെ CCTV ഫുട്ടേജ് നോക്കി നോക്കാം. ഇപ്പോൾ ഈ പ്ലാൻ ചെയ്യാൻ പോണ CCTV ഫുട്ടേജ് അവിടെ പോലീസ് ആ സംഭവ സ്ഥലത്ത് നിന്ന് ഏരിയയിൽ നിന്ന് കളക്ട് ചെയ്ത CCTV ഫുട്ടേജാണ്. ഓക്കെ, മണവാളൻ ഹാവ് CCTV വിഷ്വൽസ് ഗൈസ്. വെറുതെ വഴിയെ പോയ മണവാളിന്റെ ഫ്രണ്ടിലേക്കാണ് ഇവന്മാർ വന്ന് വീണത്. എന്തവസ്ഥയല്ലേ, വരാനുള്ളത് വഴിയിൽ തെങ്ങില്ല എന്നൊക്കെ പറയാറില്ലേ.
ഇതിലേ പോയാലും വരാനുള്ള വള്ളി എവിടെ അടി ഉണ്ടാക്കിയിട്ടാണെങ്കിലും ബൈക്ക് കയറി നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വന്ന് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വീഴും. അപ്പോൾ അങ്ങനെയാണ് മണവാളിന് പറ്റിയിരിക്കുന്നത്. നമുക്ക് CCTV വിഷ്വൽസ് നോക്കാം എന്താണ് അത് കാണുന്നത്. അപ്പോൾ അതാ ഇവിടെ ഒരു ബൈക്ക് വീഴുന്നത് കാണാം. അതിൻ്റെ ബാക്കിൽ തന്നെ സഡൻ ബ്രേക്ക് പിടിച്ചിട്ട് നിർത്തുന്ന ഒരു വണ്ടിയും കാണാം നിങ്ങൾക്ക്. CCTV വിഷ്വൽസ് അത്ര ക്ലിയർ അല്ല ഗൈസ്, ഒന്നുകൂടെ നോക്കട്ടെ. ഇവിടെ ഒരു ബൈക്ക് വീഴുന്നത് കാണാം. അതിൻ്റെ ബാക്കിൽ തന്നെ സഡൻ ബ്രേക്ക് പിടിച്ചിട്ട് നിർത്തുന്ന ഒരു വണ്ടിയും. ശരിയാണ്, ഒരു വണ്ടി സഡൻ ബ്രേക്ക് ഇടുന്ന കാണുന്നുണ്ട്. അതിപ്പോൾ പക്ഷേ ഇടിച്ച് വീണതാണോ അതോ അതിൽ ഫ്രണ്ടിൽ വീഴുന്നുണ്ട്, വണ്ടി സഡൻ ബ്രേക്ക് ഇടുന്നുണ്ട്, വണ്ടി ഇടിച്ച് വീഴുന്നതെന്ന് വ്യക്തമല്ല. അതിന് CCTV വിഷ്വൽസിന് വലിയ ക്വാളിറ്റി ഇല്ല, ക്ലാരിറ്റി വരാൻ ഞാൻ കുറേ വട്ടം മാറ്റി നോക്കി. പക്ഷേ അത് ഒരു ബൈക്ക് വീഴുന്നുണ്ട്, വണ്ടി സഡൻ ബ്രേക്ക് ഇടുന്നത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും. പക്ഷേ അത് ഇടിച്ചിട്ട് വീണാണോ അല്ലയോ എന്ന് അതിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഞാനപ്പോൾ സംഭവം എന്ന് വെച്ചാൽ കൊല്ലാനുള്ളൊരു ഉദ്ദേശമാണെങ്കിൽ നേരെ വന്ന വണ്ടി വരുമ്പോൾ അവിടെ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തേണ്ട ഒരു ആവശ്യമില്ല. പിന്നാലെ പോയിട്ട് വേണമെങ്കിൽ അവരെ അവിടെ ഇടിച്ചണ്ട് കയറ്റിയാണ് വേണ്ടായിരുന്നത്. ആ ബൈക്കിൽ നിന്ന് വീണ വ്യക്തികൾ കൊടുത്ത കംപ്ലൈൻറ്റിൻ്റെ FIs ആണ്, മൊഴിയാണിത്. ഇതിൽ വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് സഞ്ജയ് കാറിലുണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ അതോടെ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട്. സഞ്ജയ് ഈ റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റിയ സമയം കാറിലുണ്ടായിരുന്നവർ അവനെ ഇടിച്ചു വീഴ്ത്തട എന്ന് ഉച്ചത്തിൽ ആക്രോശിക്കുകയും തുടർന്ന് കാർ മോട്ടോർ സൈക്കിൾ ഇടിപ്പിക്കുകയും ചെയ്തു. ഇടിയുടെ ആഘാതത്തിൽ ജ്യോതി ബസു റോഡിൻ്റെ ചാലിലേക്ക് വീഴുകയും ഞാൻ നിരങ്ങി മുന്നിലേക്ക് പോവുകയും ചെയ്തു. തുടർന്ന് കാലുണ്ടായിരുന്നവർ അവനെ പിടിക്കട എന്ന് പറഞ്ഞ് തല്ലാൻ വന്ന സമയം ഞാൻ ഓടി രക്ഷപ്പെട്ടു. സംഭവം കണ്ട് നിന്ന ആളുകൾ ജ്യോതി ബസുവിനെ തൃശ്ശൂർ ഏതോ ഒരു ഹോസ്പിറ്റലിൻ്റെ പേരുണ്ട് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് പിന്നീട് അറിഞ്ഞത്. ഞാൻ ഡേറ്റും വ്യക്തമല്ല ഗൈസ്, 20 എത്രയാണെന്ന് തോന്നുന്നു. ചികിത്സ തേടി അപകട സമയം ഞാൻ പെട്ടെന്ന് മോട്ടോർ സൈക്കിൾ സൈഡിലേക്ക് വെട്ടിച്ചില്ലായിരുന്നെങ്കിൽ കാർ ഇടിച്ച് ഞങ്ങളുടെ മരണം വരെ സംഭവിച്ചതിനെ. സംഭവ സമയം ഞങ്ങളെ ഇടിച്ച കാറും കാർ ഓടിച്ചിരുന്ന ഡ്രൈവറെയും കാറിൽ ഉണ്ടായിരുന്ന സഞ്ജയിനെയും മറ്റ് 8ഓളം പേരെയും എനിക്ക് ഇനിയും കണ്ടാലറിയാം. കാറിൽ 8ഓളം പേരുണ്ടെന്നാണ് പറയുന്നത്. നേരത്തെ നമ്മുടെ മണവാളൻ പറഞ്ഞിരുന്നാണ് മണവാളൻ ഈ സഞ്ജയ് എന്ന് പറയുന്ന ആളെ അറിയുക പോലും ഇല്ല. അപ്പോഴാണ് ഈ ഇവന്മാർ പറയുന്നത് കാറിൽ സഞ്ജയ് ഉണ്ടായിരുന്നു, അവനെ ഇടിക്കടാന്നും അവനെ പിടിക്കടാന്നും എന്നൊക്കെ അവന്മാർ 8ഓളം പേര് സഞ്ജയും കാറിലുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. കാറിൽ സഞ്ജയ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ മണവാളന് ഈ വ്യക്തിയെ അറിയുക പോലും ഇല്ല. അന്ന് ഉച്ചയ്ക്ക് സഞ്ജയും കൂട്ടുകാരുമായി വാക്കുതർക്കം ഉണ്ടാകുന്ന വൈദ്യാഗ്യം കാരണമാണ് അവർ കാർ ഉപയോഗിച്ച് മനഃപൂർവ്വം മോട്ടോർ സൈക്കിൾ ഇടിപ്പിച്ച് ഞങ്ങളെ അഭയപ്പെടുത്താൻ നോക്കാനുള്ള കാരണം. കോഴിക്കോട് കോച്ചിങ് ക്ലാസ്സിന് പോകുന്നത് കൊണ്ടും പ്രശ്നങ്ങൾ പരസ്പരം സംസാരിച്ച് തീർക്കാം എന്നുള്ള വിശ്വാസത്തിലാണ് മൊഴി തരാൻ വൈകിയത്. മേൽക്കാര്യത്തിൽ എനിക്ക് പരാതിയുണ്ട്, വേണ്ട മേൽ നടപടിക്ക് അപേക്ഷ. ഉമ്മരുടെ പേരിൽ കേസ് വരാതിരിക്കാൻ, ഉമ്മരുടെ പേരിൽ മറ്റവന്മാർ തല്ലിയ കേസ് ഒഴിവാക്കാൻ അതിനെതിരെ ഒരു ബാക്കപ്പ് എന്നോണം കൊടുത്തതാവാം. അവന്മാരിങ്ങനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു, മറ്റേത് അടിച്ചല്ലേ ഉള്ളൂ, ഇത് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ നല്ല ബലമുള്ള കേസല്ലേ. അപ്പോൾ അതിൽ വലിയ സീൻ വരാതിരിക്കാൻ വേണ്ടി ഉമ്മർ കൊടുത്തതാണെന്നാണ് കൊടുത്താവാനാണ് സാധ്യത. അപ്പോൾ അതിൽ പറയുന്നതും ഈ സഞ്ജയ് ഇതിനകത്തുണ്ടായിരുന്നു എന്നൊക്കെയാണ്. പക്ഷേ മണവാളന് സഞ്ജയ് അറിയ പോലും ഇല്ല. സഞ്ജയ് എൻ്റെ കാറിലും ഉണ്ടായിരുന്നു, എനിക്ക് ഈ സഞ്ജയ് എന്ന് പറഞ്ഞ വ്യക്തിയെ അറിയ പോലും ഇല്ല. ഇപ്പം ഇത് CCTV ഫുട്ടേജിൽ കാണാം, ഒരു ബൈക്ക് പാസ് ചെയ്യുന്നത്, ചോരയിൽ കുളിച്ചിട്ട് ഒരാൾ ബാക്കിൽ ഇരിക്കുന്നുണ്ട്, അതാണ് സഞ്ജയ് എന്ന് പറഞ്ഞ ഒരാൾ. ബൈക്ക് പാസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് വ്യക്തമാകുന്നില്ല, ചോരയെ കുളിച്ചിട്ടുണ്ടോ ഇല്ലയോ ഒന്നും നമുക്ക് വ്യക്തമാകുന്നില്ല. മേ ബി മണവാളൻ കാറിനകത്തിരുന്ന് കണ്ടത്, അവിടെ പ്രശ്നം നടക്കുന്ന അവർ ഇറങ്ങി വന്ന് എന്തായാലും പിടിച്ചൊക്കെ കാണുമല്ലോ, അപ്പോൾ ആ ടൈമിൽ കണ്ടതാവാം, അതുകൊണ്ടാവും ഇങ്ങനെ അത് കണ്ടതുകൊണ്ട് പറയുന്നതാവാം. എൻ്റെ വണ്ടിയിൽ ഇല്ല എന്നുള്ളത് ഈ CCTV ഫുട്ടേജിൽ തന്നെ വ്യക്തമാണ്. അപ്പോൾ ഈ മൊഴിയിൽ എന്തായാലും മനസ്സിലായില്ല. പിന്നെ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ വന്ന് വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പോലീസ് കോടതിയിൽ കൊടുത്തൊരു റിപ്പോർട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. പോലീസ് പരിശോധിച്ചിട്ട് ഇതിൽ എന്താണ് വണ്ടിക്ക് പരിക്ക് പറ്റിയത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ അവരുടെ അന്വേഷണ റിപ്പോർട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനതൊന്ന് വായിച്ചു തരാം, ഇവിടെ സൈഡിൽ കൊടുക്കുന്നുമുണ്ട്. KL 75B1079 നമ്പർ എന്ന ഹോണ്ട യൂണിക്കോൺ മോട്ടോർ സൈക്കിളിൻ്റെ പൊട്ടിയ ഹെഡ്ലൈറ്റും, അതായത് വണ്ടിയുടെ ഫ്രണ്ടിൻ്റെ ഹെഡ്ലൈറ്റിനാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്, നോട്ട് ദ പോയിന്റ്. പിന്നെ വൈസറിൻ്റെ ഭാഗങ്ങൾ ഈ കേസിൻ്റെ തെളിവിലേക്കായിട്ട് ബന്ധവസിലെടുത്തു. അതായത് എന്ന് വെച്ചാൽ അവർ തെളിവായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്, ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ടുണ്ട്, ഫ്രണ്ട് ഹെഡ്ലൈറ്റിൻ്റെ വൈസർ പൊട്ടിയിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും പരിക്കണമെന്ന് നോക്കി നോക്കാം. പരിശോധിച്ചതിൽ പിൻവശ നമ്പർ പ്ലേറ്റും
പിന്നെ വലത് വശം സൈലൻസർ, ബ്രേക്ക് ലിവർ, പെട്രോൾ ടാങ്ക്, ഹാൻഡിൽ എന്നിവ ഒരഞ്ഞ നിലയിലും. വണ്ടി പിന്നെ വൈദ്യുതി വീഴുമ്പോൾ വണ്ടി ഒരഞ്ഞ പാടുകൾ ഉണ്ടാവും. അപ്പോൾ ഇവർ കൊടുത്തിട്ട് പിന്നീന്ന് ഒന്ന് ഇടിച്ചതാണ്. പിന്നിൽ എവിടെ അപ്പോൾ ഒരു ഫോട്ടോ ആഡ് ചെയ്യുക, GD എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു ഫോട്ടോയാണ് ഇതായി കാണുന്നത്. ഞാൻ രാത്രി അവിടെ വണ്ടി എടുക്കേണ്ടായിരുന്നു. രാത്രി പോയിട്ട് ഞാൻ ഇപ്പോൾ ഒരു ഇങ്ങനെ പുലിവാല എന്ന സംബന്ധിച്ച് GD എൻട്രി വേണ്ടി എടുത്ത ഫോട്ടോയാണ്. ഇത്രയും വലിയൊരു വണ്ടി, അതൊരു XC700 എന്ന് പറഞ്ഞാൽ അത്രയും ഹെവി വെഹിക്കിളാണ്. ഒരു ഉള്ളിത്തോട് പോലത്തെ ഒരു യൂണിക്കോൺ വണ്ടിയുടെ ബാക്കിൽ ഇടിച്ചിട്ട് അതിൻ്റെ ഫൈബർ പാർട്സ്, അതായത് മറ്റേ ആ ബാക്കിലെ മഡ് ഗാർഡുമല്ലോ ഇല്ലെങ്കിൽ അതിൻ്റെ ആ ടെയിൽ ലാമ്പ് ഇല്ലേ, ആ ടെയിൽ ലാമ്പ് അതൊന്നും ഒരു പോറലോ പൊട്ടലോ ചിന്നലോ പോലും വന്നിട്ടില്ല. ഇത്രയും വലിയ വണ്ടി ഇടിച്ചാൽ എന്താ സംഭവിക്കുന്നത് ഏകദേശം കോമൺ സെൻസ് ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ശരിയാണ്, ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ എന്തായാലും പറയുന്നത് ചേസ് ചെയ്ത് വന്ന് പിന്തുടർന്ന് വന്ന് ഇടിച്ചു എന്നാണ്. അപ്പോൾ ഇവന്മാരെ ഇടിക്കാൻ വരുമ്പോൾ എന്തായാലും നല്ല അത്യാവശ്യം സ്പീഡിലാവും വണ്ടി പോകുന്നത്. അതിൻ്റെ പുറകിൽ ചേസ് ചെയ്ത് വന്നു എന്ന് പറയുമ്പോൾ ഈ കാറും അത്യാവശ്യം നല്ല സ്പീഡിലായിരിക്കണമല്ലോ വരുന്നത്. ചേസ് ചെയ്ത് വരുമ്പോൾ അത്ര സ്പീഡിൽ തന്നെ വരണമല്ലോ. അപ്പം അത്ര സ്പീഡിൽ വന്നിട്ട് വണ്ടി ഇടിക്കുമ്പോൾ എന്തായാലും XUV 500 എന്ന് പറയുന്നത് പറഞ്ഞ പോലെ വലിയ വണ്ടിയാണ്. എനിക്കറിയില്ല 500 എന്നാണ് ഞാൻ FIRൽ കണ്ടത്. അപ്പോൾ അത് വന്നിടിക്കുമ്പോൾ എന്തായാലും അത് ചേസ് ചെയ്ത് സ്പീഡിൽ വന്ന് ഇടിക്കുന്നുണ്ടെങ്കിൽ ഡാമേജ് വരേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് ആ ബ്രേക്ക് ലൈറ്റ് എങ്കിലും പൊട്ടേണ്ടതാണ്. വണ്ടിയൊക്കെ അത്ര വലിയ വണ്ടിയൊക്കെ വന്നിരിക്കും, ബ്രേക്ക് ലൈറ്റ് എങ്കിലും പൊട്ടേണ്ടതാണ്. ഇതിപ്പോൾ ബ്രേക്ക് ലൈറ്റ് പൊട്ടിയായിട്ട് എഴുതിയിട്ടില്ല, മറ്റേ ഇൻഡിക്കേറ്റർ പൊട്ടിയതായിട്ട് എഴുതിയിട്ടില്ല. ആകെ ഇതിന്റെ പുറകിൽ ഒരു വളവ്, എന്തായാലും വണ്ടി പുറകിൽ നിന്ന് ഇടിക്കുമ്പോൾ നമ്പർ പ്ലേറ്റ് പുറകോട്ടാണോ വളഞ്ഞു വരേണ്ടത്, അത് നേരത്തെ മുൻപേ വളഞ്ഞതാവാം. പിന്നെ സൈഡിലെ പോറലുകളുമാണ് പറയുന്നത്, വണ്ടി വീണ് ഉരഞ്ഞു പോയപ്പോൾ ഉള്ള പോറലുകളുമാണ് പറയുന്നത്. ഇൻഡിക്കേറ്റർ പൊട്ടിയതായിട്ടോ മറ്റേ ബ്രേക്ക് ലൈറ്റ് പൊട്ടിയതായിട്ടോ മഡ് ഗാർഡ് പൊട്ടിയതായിട്ടോ ഒരു ഇതുമില്ല. പുറകിൽ നിന്ന് ഒരു വണ്ടി വന്നിടിച്ച് എന്തായാലും വണ്ടിയുടെ പുറകിൽ ഡാമേജ് സംഭവിക്കേണ്ടതാണ്. അതിനൊന്നും പറ്റിയിട്ടില്ല. ഈ പോലീസുകാരുടെ റിപ്പോർട്ടിൽ തന്നെ വണ്ടി ഒരഞ്ഞു വീണ പാടും പിന്നെ പരിക്കുള്ളത് ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റ്. ആ ഒരഞ്ഞു വീഴുമ്പോൾ ഫ്രണ്ട് മുട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ടിലും പരിക്ക് പറ്റും. അപ്പോൾ ഈ ഇതിന് തന്നെ ഏകദേശം മനസ്സിലാവും ഇത് എങ്ങനെയാണ് വണ്ടി വീണിട്ടുണ്ടാവുന്നത്. വണ്ടി വൈദ്യുതി വീണാൽ ഒരഞ്ഞ പാടും ഉണ്ടാവും. ഈ ഫ്രണ്ടിലും എന്തെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ സംഭവം വെച്ചാൽ ചിരിയ വരും സത്യം പറഞ്ഞാൽ. എന്ത് ചെയ്ത് വണ്ടി ബാക്കിൽ വന്നിട്ട് ഇടിച്ചിട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ പരിക്ക്. ഇതിൻ്റെ ഒരു അവസ്ഥ വലിയ കഷ്ടകാലം എന്ന് ഞാൻ ചിന്തിക്കണുള്ളൂ. അപ്പം ഇങ്ങനെ ഫ്രണ്ടിൽ വീണു, ഞാൻ ബ്രേക്ക് പിടിച്ചു, ബാക്കിൽ നിന്ന് ഇതുപോലെ സഞ്ജു എന്ന് പറഞ്ഞ ആളും വേറെ അവൻ്റെ ഫ്രണ്ട്സും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ഒരു സംഘർഷാവസ്ഥയാണ്. ഈ വീണ ഒരു ചക്കൻ കാലിന് അവിടെ എന്തോ ചാലിലെന്തോ കാല് കുടുങ്ങിയിട്ട് ആ ചക്കൻ്റെ കാലിന് പരിക്കേറ്റു. ഒരുത്തിന് കുഴപ്പമില്ല, ഒരുത്ത അവിടെ കത്തി വീശിയിട്ട് അവൻ ഓടുന്നുണ്ടായിരുന്നു. സംഭവം നോക്ക് സംഘർഷാവസ്ഥ കണ്ടപ്പോൾ ഞാൻ നേരെ വണ്ടി എടുത്തു. ഞാൻ ഈ പുലിവാലി പിടിക്കുന്നുണ്ട്, ഞാൻ നേരെ വണ്ടി എടുത്ത് ഞാൻ വിട്ടു. അതാണ് സംഭവം ഉണ്ടായത്. സ്വാഭാവികം, ഒരുത്തൻ കത്തിയൊക്കെ എടുത്ത് ഓടി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ല സീനായിരിക്കും അവിടെ. കത്തിയൊക്കെ വീശിയിട്ട് ഓടി. അപ്പോൾ മറ്റോമാരെന്തായാലും കിട്ടിയവനെ അടിക്കാന്ന് വിചാരിച്ച് എന്താ ബഹളമൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ആരായാലും ആ വള്ളിയുടെ ഇടയ്ക്ക് കയറാൻ നിൽക്കൂല. എവിടേക്കോ ന്യൂസിലൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടു, വണ്ടി വീണ്ടും പുറകോട്ടെടുത്ത് ഇടിച്ചു, അങ്ങനെ എന്തൊക്കെയോ ന്യൂസൊക്കെ ഞാൻ കേട്ടിരുന്നു ആ ടൈമിൽ. ഞാൻ പിന്നെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ആ ടൈപ്പ് ന്യൂസുകളൊന്നും കണ്ടില്ല. വണ്ടി ഇടിച്ചു, ഒരു വട്ടം ഇടിച്ചു, പിന്നെ പുറമോട്ടെടുത്ത് ഇടിച്ചു എന്നൊക്കെ ഞാൻ ഏതൊക്കെയോ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയിട്ട് പ്രശ്നം കണ്ടപ്പോൾ വണ്ടി എടുത്ത് അവിടെ നിന്ന് വിട്ടു എന്നാണ് മണവാളം പറയുന്നത്. അപ്പോൾ ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്താ വെച്ചാൽ മണവാളം മദ്യലഹരിയിൽ വണ്ടി ഇടിച്ചു, മണവാളം മദ്യപിച്ച് വണ്ടി ഓടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് വാർത്ത വന്നത്. അല്ലെങ്കിൽ ഈ മാപ്പറകള് പരനാറികളാണ്. അവന്മാർക്ക് കുറെ വ്യൂസ് കിട്ടാൻ വേണ്ടി ഈ വാർത്തകൾ ഏത് രീതിയിലും വളച്ചൊടിച്ച് തോന്നിയ പോലെ യാതൊരു അടിസ്ഥാനം ഇല്ലെങ്കിലും അവന്മാരുടെ ഗുണത്തിന് വേണ്ടി ഏതൊക്കെ രീതിയിൽ നാണം കെട്ടാനും കുഴപ്പമില്ല, ആർക്കൊക്കെ മാനനഷ്ടം സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല, ഇവന്മാർക്ക് റീച്ച് കിട്ടണം എന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും വളച്ചോടിച്ചില്ലാത്ത രീതിയിൽ പടച്ചു വിടും. ഇത് ഈ മാപ്രകളുടെ ഒരു നാറിയ സ്വഭാവമാണ്. ഈ ആളുകളിലേക്ക് നല്ല രീതിയിൽ ഇൻഫർമേഷൻ കൊടുക്കേണ്ട ആളുകൾ തന്നെ ഇമാതിരി കള്ളത്തരങ്ങളൊക്കെ എന്തുമാത്രം കള്ളത്തരങ്ങളാണ് ഇവന്മാർ വളച്ചൊടിച്ച് പടച്ചു വിടുന്നത്. ഞാൻ പണ്ട് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടുണ്ട്. നമ്മുടെ സഞ്ജു ടെക്കിയുടെ ഇഷ്യൂ വന്ന സമയത്ത് ന്യൂസുകാർ കുറേ ഇല്ലായ്മ അടിച്ചിറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അത് എന്തൊക്കെയായിരുന്നു ഞാൻ മറന്നുപോയി. ഞാൻ എൻ്റെ വ്ളോഗ് ചാനലിലാണ് ഞാൻ ആ റിയാക്ഷൻ വീഡിയോ ഇട്ടത്. അന്ന് എനിക്ക് ഈ ചാനലില്ലല്ലോ. അപ്പോൾ അന്ന് എനിക്ക് ശരിക്കും ദേഷ്യം വന്നിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ഇവന്മാർ എന്തൊക്കെ കൊണയാണ് അടിച്ചു വിടുന്നതെന്ന്. ഇല്ലാത്ത കുറേ കാര്യങ്ങൾ എല്ലാവരും സഞ്ജു ടെക്കിക്ക് വന്ന വിഷയം ആഘോഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ആ ടൈമിൽ മാപ്പറകൾ ഇമാതിരി അപരാധങ്ങൾ പടച്ചു വിട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യാതിട്ടാണ് ദേഷ്യം. എനിക്ക് നല്ല ഫ്രസ്ട്രേഷൻ വന്നിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ കുറേ ഇൻസിഡൻസ്, എത്ര ഇൻസിഡൻസ് യാതൊരു അടിസ്ഥാനം ഇല്ലാതെ വെറുതെ ഇവർ പടച്ചു വിട്ടുന്നുണ്ട്. ഇവൻ്റെ കേസിൽ തന്നെ മദ്യപിച്ച് വണ്ടി ഇടിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു യൂട്യൂബർ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിക്കുന്ന കോൾ റെക്കോർഡിംഗ് ഒക്കെ വന്നായിരുന്നു. മണവാളം മദ്യപിച്ചിട്ടില്ല, മറ്റവന്മാരാണ് മദ്യപിച്ചതെന്ന് പറഞ്ഞുള്ള ഒരു കോൾ റെക്കോർഡിംഗ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യാതൊരൊന്നും ഇല്ല, ആരെങ്കിലും തലേ കയറണം. യൂട്യൂബേഴ്സിൻ്റെ പ്രത്യേകിച്ച് തലേ കയറാനായിട്ട് ഈ ഇവന്മാർക്ക് കുറച്ച് താല്പര്യം കൂടുതലാണ്. അപ്പോൾ
അങ്ങ് അടിച്ചു വിട്ട് വെള്ളം അടിച്ച് വന്ന് ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. നമുക്ക് അവിടുത്തെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉദ്യോഗസ്ഥർ നമ്മുടെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റ് ഖാദർ കരിപ്പൊടി വിളിച്ച് അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഒരു ഫോൺ കോൾ റെക്കോർഡ് ഞാൻ ഇവിടെ കേൾപ്പിച്ചു തരാം. ഞാൻ ഈ റെക്കോർഡിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥരെ വിളിച്ചു. അവരെന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കേൾക്കാം. എന്നാൽ ഇദ്ദേഹം മദ്യപിച്ചു എന്നാണോ? ഈ യൂട്യൂബർ മദ്യപിച്ചു എന്നാണ് അല്ലേ? യൂട്യൂബർ പൂരം കാണാനായിട്ട് തോന്നുന്ന ഒന്നാണ്. ആ, മദ്യപിച്ചു എന്ന് പോലീസുകാരന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചതാ, ഈ പറയുന്ന മണവാളനാണോ? അങ്ങനെ പറഞ്ഞതുകൊണ്ട് ചോദിച്ചത്. പക്ഷെ അദ്ദേഹം അത് തിരുത്തുന്നുണ്ട്. അദ്ദേഹം മണവാളൻ എന്ന് പറഞ്ഞ ആൾ മദ്യപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പോലീസുകാരൻ്റെ വോയിസിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അവരല്ല, അപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്കാരായിരിക്കാം. ഇപ്പൊ മണവാളം മദ്യപിച്ചില്ല എന്ന് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥ അല്ല, മണവാളം മദ്യപിച്ചിട്ടില്ല എന്ന് പറയുന്നതിന്റെ കോൾ റെക്കോർഡാണ് ഇവിടെ കേട്ടത്. ഇത് ഓപ്പോസിറ്റ് ടീമാണ്. എടാ, പിന്നെ ന്യൂസുകാർക്ക് എവിടെ നിന്നാണ് ഇതൊക്കെ കിട്ടുന്നേ? ഇവൻ മദ്യപിച്ചു എന്നുള്ളതിന് തെളിവ്, യാതൊരു തെളിവും ഇല്ലാതെ ഒരാൾക്കെതിരെ അങ്ങ് വെറുതെ അടിച്ചു വിടുവാണോ ഇവന്മാര്? എങ്ങനെ ഈ ന്യൂസുകാരെയൊക്കെ വിശ്വസിക്കുന്നേ? ഇവൻ മണവാളം മദ്യപിച്ചിട്ടില്ല എന്ന് പോലീസ് കൺഫേം ചെയ്യുന്ന വോയിസ് റെക്കോർഡിംഗ് ആണത്. പക്ഷേ ഈ ന്യൂസുകാർ എന്തറിഞ്ഞിട്ടാണ് ന്യൂസുകാരൻ ഈ സെപ്പറേറ്റ് മണവാളുടെ വീട്ടിൽ പോയി ഊതിച്ച് മെഷീനിൽ റീഡിംഗ് ഒക്കെ എടുത്തിട്ടാണോ തെളിവുകൾ ശേഖരിച്ചിട്ടാണോ ന്യൂസ് കൊടുത്തത്? എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ ഈ ന്യൂസ് എടാ, ഒരു ഫേമസ് ആയ ഒരു വ്യക്തിയെ കൊത്തിക്കീറാൻ കിട്ടുന്ന ഒരവസരം ഈ ന്യൂസുകാർ എന്തായാലും ഒരിക്കലും പാഴാക്കൂല. അവന്മാർക്ക് വായി തോന്നിയ എല്ലാം അടിച്ച് പടച്ചങ്ങ് വീടും. നമ്മൾക്ക് കുറേ വ്യൂസൊക്കെ കിട്ടിയാൽ മതിയല്ലോ. ഇവന്മാർക്കറിയാം ഹേറ്റേഴ്സൊക്കെ വന്ന് നല്ലപോലെ സപ്പോർട്ട് തരുമെന്ന്. ഇവന്മാർ വാർത്ത കൊടുക്കുന്ന ആളുടെ ഹേറ്റേഴ്സൊക്കെ വന്ന് നല്ല സപ്പോർട്ട് തരുമെന്ന് ഇവന്മാർക്കറിയാം. ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം കേൾക്കാൻ കുറച്ച് താല്പര്യം കൂടുതലാണല്ലോ. അതുകൊണ്ട് ന്യൂസുകാർ അതെല്ലാം നല്ലപോലെ മുതലെടുക്കുന്നുണ്ട്. ഇവന്മാർക്കെതിരെ ആരും കേസ് കൊടുക്കുന്നില്ലല്ലോ എന്നാണ് എനിക്ക് സങ്കടം. ആരെങ്കിലും നല്ല രീതിയിൽ ഇവന്മാർക്ക് ഒരു പണി കൊടുക്കുകയാണ് എങ്കിലെന്ന് ഞാൻ കുറേ നാളായിട്ട് ആലോചിക്കുന്നുണ്ട്. ഇമാതിരി കുറേ കോണങ്ങൾ പടച്ചു വിടുന്ന കാണുമ്പോൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആരെങ്കിലും നല്ല ശക്തമായ ഒരു കേസ് ഈ ഇവിടുത്തെ മാപ്ര തെണ്ടികൾക്കെതിരെ കൊടുത്ത് അവന്മാരെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ശിക്ഷ അവന്മാർക്ക് കിട്ടുന്ന രീതിയിൽ വരണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നടക്കുമെന്തോ എനിക്ക് തോന്നുന്നില്ല നടക്കുമെന്നൊന്നും. കാരണം അവന്മാർക്ക് അത്ര ഇൻഫ്ലുവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് സാധാരണക്കാർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു വിടാം. ചോദിക്കാൻ ചെന്നാലും ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലെ FIR കറക്റ്റ് ആണ്. അവർ മദ്യപിച്ചിരുന്ന ബീർ കുപ്പി എടുത്തിട്ടാണ് തലക്കടിച്ചിട്ടുള്ളത്. ആ മൊഴിയിലും ഉണ്ട്. അപ്പൊ അവര് മദ്യപിച്ച് വണ്ടി ഓടിച്ച് എൻ്റെ വണ്ടിയുടെ മുന്നിൽ വീണേന് മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തേ മണവാളം മദ്യലഹരി വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കി. അവസ്ഥ. പിന്നെ ഇതിൽ വേറെ ഏറ്റവും ഹൈലൈറ്റിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ ഇവര് ഈ സഞ്ജയുടെ തലക്ക് മാരകമായി എന്താ ബീറും കോട്ടിലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചല്ലോ. അതിന്റെ കേസിന്റെ FIR ആണ് ഇതിൽ ആ FIR ഒരു കേസ് കൊടുത്തുള്ള നടന്ന അന്നത്തെ ദിവസം തന്നെ അവർ കേസ് കൊടുത്തിട്ടുണ്ട്. അന്നത്തെ ദിവസം തന്നെ FIR ഇട്ട ഡേറ്റ് ഇതാ. ആ ഡേറ്റിന് തന്നെ FIR ഇട്ടിട്ടുണ്ട്. ഇനി മറ്റേ ഇപ്പൊ എനിക്കെതിരെ വന്ന കേസിന്റെ FIR ഡേറ്റും എന്താണെന്ന് നോക്കി നോക്കാം. അപ്പോൾ എനിക്ക് വന്ന ആ കേസിനെതിരെയുള്ള FIR ആണല്ലോ. ഞാൻ പ്രിന്റ് എടുത്തിട്ടില്ല. ഇവിടെ സൈഡിൽ ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കാം. ഇതിലിതാ വളരെ ക്ലിയർ ആണ്. 19-ാം തീയതി നടന്ന ഒരു ഇൻസിഡന്റ് ഇവർ കേസ് കൊടുക്കുന്നത് 28-ാം തീയതി. ഇത്രയും കാലം ഇവർക്കുന്ന കേസ് ഇല്ലേ? അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താണെന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് ഇവർ കൊടുത്ത മൊഴിയിൽ ഇവർ കൊടുത്ത ഫസ്റ്റ് FIS-ൽ ഇവർ വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനിച്ചൊരു ധാരണയിലാണ് മറ്റേ കേസ് കൊടുക്കാൻ വൈകിയെന്ന്. ഇവരെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചിട്ട് അപ്പോൾ അവർ കോംപ്രമൈസിൽ തയ്യാറാവുമോ? ഇപ്പോൾ തലക്കടി പരിക്കേൽപ്പിച്ചു, ഇത്രയും മാരകമായിട്ട് എന്ത് ചെയ്ത് സ്റ്റിച്ച് കൊണ്ട് അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഈ സഞ്ജയ് എന്ന് പറഞ്ഞ വ്യക്തി കുറേ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവർ വണ്ടിയിൽ നിന്ന് വീണ് പരിക്കേറ്റതിന് അവർ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവുമോ? എന്താ ചെയ്യുക? ഇപ്പം ഇതിൽ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞ എങ്ങനെ കോംപ്രമൈസ് ചെയ്യിപ്പിക്കായിരുന്നു. ഇപ്പോൾ FIR-ൽ എൻ്റെ പേരൊന്നുമില്ല. ഇപ്പോൾ ഇത് എൻ്റെ ആൾക്കാരെന്ന് വെച്ചാൽ എനിക്ക് കോംപ്രമൈസ് ചെയ്യായിരുന്നു. ഇത് രണ്ട് എനിക്ക് അറിയാത്ത കൂട്ടരാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ ഇടിച്ച് കൊല്ലണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വ്യക്തികളോട്, ഈ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ വ്യക്തികളോട് എന്തെങ്കിലും ഒരു വ്യക്തി വൈരാഗ്യമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും വേണം. എനിക്ക് ഇവരെ അറിയപ്പോലും ഇവരാരാന്ന്. പിന്നെ ഞാൻ ഇവരെ വണ്ടി ഇടിച്ച് കൊല്ലണം? ഇതൊക്കെ ചോദ്യമാണ്. ഇക്കനെ ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. അല്ലെങ്കിൽ പിന്നെ മുന്നേ നടന്ന ഈ സംഘർഷത്തിൽ ഈ ഗ്രൗണ്ടിലോ ഈ കോളേജിൻ്റെ ആ കോമ്പൗണ്ടിലോ ഞാൻ ഉണ്ടാവണം. അവിടെയും ഞാനില്ല. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് എനിക്ക് വ്യക്തി വൈരാഗ്യം വരുന്നത് എനിക്ക് തന്നെ മനസ്സിലാവണില്ല. സമയം ഞാൻ പെട്ടുപോയി.
അതിപ്പം പുള്ളി അവിടെ ഉണ്ടോ ഇല്ലയോ, എവിടെയായിരുന്നു ആ സംഭവം നടക്കുന്ന സമയത്ത് എവിടെയായിരുന്നു എന്നൊക്കെ ഈസി ആയിട്ട് തെളിയിക്കാവുന്നേ ഉള്ളൂ. അതൊക്കെ പോലീസ് എന്തായാലും തെളിവുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാവും. അത് പ്രശ്നം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. എന്തെങ്കിലും കോൺടാക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിജിറ്റൽ തെളിവുകൾ എന്തായാലും കാണും. സകല ഡീറ്റെയിൽസും പോലീസുകാർക്ക് എടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് തെളിയിക്കാമല്ലോ അവരുമായിട്ട് ബന്ധമുണ്ടോ, ആ സ്ഥലത്ത് ഉണ്ടായിരുന്നോ, പ്രശ്നം ഉണ്ടായിരുന്നോ അപ്പോഴെന്നൊക്കെ ഈസി ആയിട്ട് തെളിയിക്കാം. അപ്പോൾ പക്ഷേ എനിക്ക് ഈ നിരപരാധിയാണെന്നുള്ളതിനുള്ള കോടതിയിലും വിശ്വാസമുണ്ട്, ജുഡീഷ്യറിയിലും വിശ്വാസമുണ്ട്. നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പറ്റുന്നുള്ള തെളിവുകളും എൻ്റെ പക്കലുണ്ട്. അപ്പോൾ നിരപരാധി തെളിയിക്കാനുള്ള പൂർവ്വ വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഉള്ള മാക്സിമം ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അറിയ പോലും ഇല്ലാത്ത സംഭവത്തിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ പെട്ടുപോയത്. അപ്പോൾ പക്ഷെ മാധ്യമങ്ങളിലൊന്ന് വാർത്ത വെച്ചാൽ മണവാളൻ്റെ നേതൃത്വത്തിൽ, യൂട്യൂബർ മണവാളൻ്റെ നേതൃത്വത്തിൽ 10 അംഗ സംഘ ആക്രമണം, ഗുണ്ടാ നേതൃത്വത്തിലുള്ള ഒരു ആക്രമണം, ഗുണ്ട അഴിച്ചുവിടല്. ഞാൻ ഇതൊക്കെ കണ്ടേ, ഞാൻ അറിയാണ്ട് എന്തൊക്കെ സംഭവം അതോലൊക്കെ പോലത്തെ ഒരു സംഭവമാണ്. മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഇതൊക്കെ മാധ്യമങ്ങളെ വാർത്ത വിശ്വസിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മദ്യപിച്ചു വണ്ടി ഓടിച്ചു എന്നുള്ളതിന് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ആ റെക്കോർഡ് ഞാൻ കേൾപ്പിച്ചെന്നാണ്. അറസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള വിശേഷങ്ങൾ, ജയിലിലുള്ള വിശേഷങ്ങൾ, മുടി മുറിച്ച സംഭവങ്ങൾ, അപ്പോൾ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ വേറെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. കുറേ വിശേഷങ്ങൾ ഇനി പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കേൾക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ചെയ്തിട്ട് കൂടെ കൂടിക്കോ. അതെ, ഈ കഴിവുകളെ എങ്ങനെ നമ്മൾ ഈ കാലത്ത് വിശ്വസിക്കും? ഒരാൾക്കെതിരെ ഇങ്ങനെ അങ്ങ് ആരോപണങ്ങൾ ഒന്ന് ആലോചിച്ചോണം. ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ന്യൂസ് ചാനലുകൾ, ഇപ്പോൾ ഇവനെ യൂട്യൂബിൽ നിന്ന് പോലും അറിയാത്ത അത്രത്തോളം ആളുകൾ ന്യൂസ് കാണുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് ടി വിയിൽ വരും, യൂട്യൂബ് ഒന്നും ഉപയോഗിക്കാത്ത സകല ആളുകളുടെ അടുത്തോട്ടും ഒരാളുടെ ഇമേജിനെ തരിപ്പണമാകുന്ന രീതിയിലാണ് ഇവർ ന്യൂസ് പടച്ചു വിടുന്നത്. എന്നിട്ട് ഇവരത് തിരുത്തുവോ? അതില്ല. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ വിഷയത്തിൽ അവർ നമ്മൾ കൊടുത്ത ന്യൂസ് തെറ്റാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വാർത്ത ഇടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഈ ഇവർക്കുണ്ടായ മാനനഷ്ടത്തിന് ആരാണ് ഉത്തരവാദി? ആര് സമാധാനം പറയും? ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ എല്ലാ ആളുകളും കാണും, എല്ലായിടത്തും എത്തും, അത് കൊട്ടിഘോഷിച്ച് ആഘോഷിച്ച് എല്ലാ സകലമാന സ്ഥലത്തും എത്തിച്ചിട്ട് അങ്ങനെ എല്ലാം തെളിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിലേക്ക് നടത്തിയ കള്ളപ്രചരണം അത് തിരുത്തി ഇയാൾ നിരപരാധിയാണെന്ന് അറിയിക്കണ്ടേ? അതിവര് കൊടുക്കുകയില്ല. അതൊന്നും ആർക്കും കാണുകയും വേണ്ട. ആൾക്കാർക്ക് എപ്പോഴും ഇവര് തെറ്റുകാരാണെന്നുള്ള ന്യൂസുകൾ കേൾക്കാനും നെഗറ്റീവ് ന്യൂസുകൾ കേൾക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം. പോസിറ്റീവായിട്ട് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല, അതിനൊന്നും വ്യൂസും കിട്ടൂല, ഒന്നുമില്ല. ഫേമസ് ആളുകൾക്ക് മാത്രമല്ല, സാധാരണക്കാർക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നാലോ? നമ്മുടെ മണവാളന് ഇപ്പോൾ 1 മില്യൺ ഇത്രയും വ്യൂസ് ഉള്ള ഒരു ചാനൽ, 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലുണ്ട്. അവന് വന്നിരുന്ന തെളിവുകൾ നിരത്താം. അല്ലെങ്കിൽ ഇത് റിയാക്ട് ചെയ്യുന്ന ഒരുപാട് എന്നെ പോലുള്ള റിയാക്ഷൻ ചാനലുകളുണ്ട്. അവരും റിയാക്ട് ചെയ്തിട്ട് കുറേ ആളുകളിലേക്ക് എത്തും. അത്യാവശ്യം കുറേ ആളുകളിലേക്ക് എത്തും. പക്ഷേ ഈ ന്യൂസുകാർക്ക് കിട്ടിയ അത്രയും റീച്ചിൽ നെഗറ്റീവ് വാർത്ത സ്പ്രെഡായ തരത്തിലൊന്നും എത്രയൊക്കെ വിചാരിച്ചാലും പോവില്ല, അതിലേക്ക് എത്തില്ല. എന്നാലും കുറേ ആളുകളിലേക്ക് തെറ്റിദ്ധാരണ മാറും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തൊരു വ്യക്തിക്കെതിരെ ന്യൂസുകാരിങ്ങനെ കുറേ കാര്യങ്ങൾ പടച്ചു വിട്ട് അവർ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ന്യൂസുകാർ മൈൻഡ് പട്ടി വില പോലും കൊടുക്കില്ല. അങ്ങനെ ഒരു കാര്യം ന്യൂസിൽ പബ്ലിഷ് പോലും ചെയ്യില്ല. അന്ന് ഇവർക്ക് തന്നെ അല്ല നാണക്കേട്, ഇവർ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ളവർ, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തവരെന്ത് ചെയ്യും? അവർ ഈ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ സ്റ്റിൽ തെറ്റുകാരായിട്ട് തന്നെ നിലകൊള്ളൂ. ആരും തിരുത്താനൊന്നും വരില്ല. മാപ്പിളകളൊക്കെ എങ്ങനെ വിശ്വസിക്കും ഈ കാലത്ത്? അപ്പോൾ എന്തായാലും മണവാളം പറഞ്ഞ ഈ സ്റ്റോറി, പറഞ്ഞ കാര്യങ്ങൾ, നിരത്തിയ തെളിവുകളൊക്കെ എനിക്ക് അത്യാവശ്യം വിശ്വസനീയമായിട്ടാണ് തോന്നിയത്. പക്ഷേ എന്തിനാണ് ഇവൻ 7 മാസം ഒളിവിപ്പോയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് മാത്രം എനിക്ക് മനസ്സിലാകുന്നത്. മേ ബി മാധ്യമങ്ങൾ ഇങ്ങനെ കുറെ പടച്ചു വിട്ടത് അത് കണ്ട് പേടിച്ച് പോയതാവാം. തെളിവുകളൊന്നും ഇല്ലല്ലോ, ഇവൻ എങ്ങനെ അല്ലാന്ന് പ്രൂവ് ചെയ്യാനുള്ള തെളിവുകളൊന്നും ഇല്ല. അപ്പോൾ ചിലപ്പോൾ തെളിവുകൾ കിട്ടുന്നവരെ മാറി നിൽക്കാമെന്ന് വിചാരിച്ചതാവാം. പ്രൂവ് ചെയ്യാൻ തെളിവുകളില്ലല്ലോ. പിന്നെ വാർത്തയിൽ വരുന്നത് 8 അംഗ സംഘം മദ്യപിച്ച്, മണവാളനും സംഘവും എല്ലാം കൂടെ മദ്യപിച്ച് വന്ന് ആളെ ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു, വണ്ടി പുറമോട്ടെടുത്ത് തിരിച്ചിടിച്ച് കയറ്റി കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുമ്പോൾ അതിന് ഭവിഷ്യത്തുകളില്ലേ? അപ്പോൾ അതൊക്കെ ഭയന്ന് പോയതാവാമെന്ന് ഞാൻ കരുതുന്നു. എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ അസ്യൂം ചെയ്യുന്നു. ചിലപ്പോൾ തെളിവുകളിലൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഒന്ന് മാറി നിൽക്കാം എന്ന് വിചാരിച്ചാവാം. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ, ആവശ്യം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനാണ് മാറിയത്? താൻ നിരപരാധിയായിരുന്നെങ്കിൽ നിരപരാധിയായിരുന്നെങ്കിൽ എന്തിനാണ് ഇത്രയും കാലം ഒളിവിൽ പോയത്? വെറുതെ പോലീസുകാരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തെളിയിക്കാം. പോലീസുകാർക്ക് ലുക്കൗട്ട് നോട്ടീസ് വരെ കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. വെറുതെ അവർ ആദ്യം വിളിപ്പിച്ചപ്പോൾ തന്നെ സ്റ്റേഷനിൽ ചെല്ലുക, കാര്യങ്ങൾ പറയുക. അവർക്ക് ഈസി ആയിട്ട് തെളിയിക്കാമല്ലോ. ഇവരുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ഈസി ആയിട്ട് തെളിയിക്കാം. വൈരാഗ്യമുണ്ടോ, മുന്നേ ഇവർക്ക് പരിചയമുണ്ടോ എന്ന് തെളിയിക്കാം. പ്രശ്നം നടന്നിട്ടുണ്ടോ എന്ന് തെളിയിക്കാം. ഇവനെ ആ പ്രശ്നം നടന്ന സമയത്ത് എവിടെയായിരുന്നു എന്ന് തെളിയിക്കാം. അങ്ങനെ ഇവൻ നിരപരാധിയാണ്. ഇവരുമായിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കിയവരോ, പ്രശ്നത്തിൽ വണ്ടി ഇടിച്ചു എന്ന് പറയപ്പെടുന്നവരുമായിട്ടോ, അടികിട്ടിയെന്ന്
ബന്ധപ്പെടുന്നവരുമായിട്ടോ ഒന്നും യാതൊരു ബന്ധമില്ല, ഈസി ആയിട്ട് തെളിയിക്കാവുന്ന കാര്യമാണ്. ഇവൻ വെറുതെ ഒളിവിൽ പോയിട്ട് ഇത്രയൊക്കെ കോംപ്ലിക്കേറ്റഡ് ആക്കി ജയിലിൽ റിമാൻഡിലുമായി ഇത്രയൊക്കെ വള്ളി വരെ കൊണ്ടുവന്ന് എത്തിച്ചത് ഒരാവശ്യമില്ലായിരുന്നു. അപ്പോൾ മണവാളൻ്റെ സ്റ്റോറി എന്തായാലും എനിക്ക് കൺവിൻസിങ് ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന കാര്യം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ മണവാളൻ്റെ ജയിലിലെ എക്സ്പീരിയൻസ്, മുടി വെട്ടിയ കഥയൊക്കെ ആയിട്ട് മണവാളൻ വീണ്ടും വീഡിയോ ഒക്കെ ആയിട്ട് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളതെല്ലാം റിയാക്ട് ചെയ്യുന്നതായിരിക്കും. അതെല്ലാം കാണാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഒന്നുകൂടെ പറയുകയാണ്, എനിക്ക് ഈ സ്റ്റോറി കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പോസിറ്റീവ് രീതിയിൽ പ്രതികരിച്ചത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഈ വീഡിയോ കണ്ടിട്ട്? മണവാളൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.